സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം തുടക്കം മുതൽ ജടായു സംഗമം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ശുഗകുലത്തിന്, അതായത് തത്തകളുടെ സമൂഹത്തിന് ശിരോലങ്കാരമായിട്ടുള്ളവളും ഗുണശാലിനിയും സൽസ്വഭാവിയുമായ ബാലികെ, കറുത്ത മേഘത്തിന് തുല്യനും നിർമ്മലനും കളങ്കമില്ലാത്തവനും കരിങ്കൂവള പൂവിതൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനും പരമശിവനാൽ സേവിക്കപ്പെടുന്നവനും പരിപൂർണനും നിത്യനും കാലദേശങ്ങൾക്കനുസരിച്ച് ഉചിത രൂപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനും ഭക്തരെ രക്ഷിക്കുന്നതിൽ തൽപരനും പരനും പരമാത്മസ്വരൂപനും ശ്രീനാരായണനുമായ രാമൻ്റെ ലീലാവിലാസങ്ങളടങ്ങിയ ചരിത്രം എത്ര കേട്ടാലും മതി വരികയില്ല. മുക്തി ലഭിക്കുന്ന മഹത്തായ ഔഷധമാണ് ഭഗവാന്റെ കഥകൾ. അമൃതിന് സമാനമാണ് നിന്റെ വാഗ്വിലാസം. നീ വേഗം ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ. ഈ അപേക്ഷ കേട്ട് പൈങ്കിളി കഥ പറഞ്ഞു തുടങ്ങി. ഫാലലോചനനും പശുപതിയും ചന്ദ്രശേഖരനും ഭഗവാനും പരമാത്മസ്വരൂപനുമായ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞു. ഭക്തപ്രിയയായ അല്ലയോ പാർവതി, പരമാത്മാവും ആനന്ദരൂപനും ആത്മാരാമനും അദ്വയനും ഏകനും അവ്യയനും അഭിരാമനുമായ ശ്രീരാമൻ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം സുഖമായി വസിച്ചു. ഇനി മഹാരണ്യ പ്രവേശം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം ദീർഘയാത്ര തുടങ്ങാറായപ്പോൾ മുനിയെ നോക്കി ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു. ബ്രഹ്മപുത്രനായ മഹർഷി, മുനി സമൂഹം വസിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പ്രയാസം കൂടാതെ എത്തിച്ചേരാൻ അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠനും കരുണാനിധിയുമായ താപസേന്ദ്ര, സഞ്ചാരയോഗ്യമായ പെരുവഴി കാണിച്ചു തരാൻ കുറച്ച് ശിഷ്യന്മാരെ കൂടി അയക്കണം. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട മഹർഷി സന്തോഷപൂർവ്വം ഇങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും നേർവഴി കാണിച്ചു കൊടുക്കുന്ന അങ്ങേക്ക് നേരായ വഴി കാണിച്ചു തരാൻ ആരാണുള്ളത്? ലോകമര്യാദ അനുസരിച്ച് എൻ്റെ ശിഷ്യന്മാർ അങ്ങേക്ക് വഴി കാട്ടിത്തരും. നിങ്ങൾ മുമ്പേ നടക്കുവിൻ എന്ന് ശിഷ്യരോട് പറഞ്ഞിട്ട് അല്പദൂരം മുനിയും അവരെ അനുഗമിച്ചു. അപ്പോൾ ശ്രീരാമൻ തിരിഞ്ഞു നിന്ന് മാമുനിയോട് പറഞ്ഞു. ഇനി അങ്ങ് തിരികെ എഴുന്നള്ളണം. എനിക്ക് വഴി കാണിച്ചു തരാൻ ശിഷ്യരുണ്ടല്ലോ. ഇത് കേട്ട അത്രി മഹർഷി രാമലക്ഷ്മണന്മാരെയും സീതയെയും ആശീർവദിച്ചിട്ട് ആശ്രമത്തിലേക്ക് തിരികെ പോയി. തുടർന്ന് അവർ അല്പദൂരം നടന്നപ്പോൾ മുമ്പിൽ ഒരു മഹാനദി കണ്ടു. എങ്ങനെയാണ് ഈ മഹാനദി കടക്കേണ്ടത്? ശ്രീരാമൻ മുനിശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു. മന്നവ, പേടിക്കേണ്ട. നദി കടക്കാൻ ഇവിടെ നല്ല തോണിയും തുഴയാൻ ഞങ്ങൾക്ക് നല്ല പരിചയവും ഉണ്ട്. അതിനാൽ തോണിയിൽ കയറിയാലും. മുനിശിഷ്യന്മാർ വേഗം അവരെ മറുകരയിൽ എത്തിച്ചു. സന്തുഷ്ടനായ ശ്രീരാമൻ മുനികുമാരന്മാരോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ആശ്രമത്തിലെത്തിയ ശിഷ്യന്മാർ അത്രി മഹർഷിയെ വിവരങ്ങളെല്ലാം അറിയിച്ചു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഘോരമായ മഹാവനത്തിനുള്ളിൽ കടന്നു. ചീവീടുകളുടെ ശബ്ദം കൊണ്ട് മുഴങ്ങുന്നതും സിംഹം, കടുവ, പന്നി മുതലായ മൃഗങ്ങളും ക്രൂര സർപ്പങ്ങൾ നിറഞ്ഞതും ക്രൂരന്മാരായ രാക്ഷസന്മാർ സഞ്ചരിക്കുന്നതുമായ ഭയങ്കര വനം കണ്ടിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. നീ നാലു വശവും നന്നായി നോക്കിക്കൊള്ളുക. നരഭോജികളായ രാക്ഷസന്മാർ ആഹാരം തേടി നടക്കുകയാണ്. വില്ല് കുഴിയെ കുലച്ചു പിടിച്ച് നല്ല ശരവും കയ്യിലെടുത്തുകൊള്ളുക. മുമ്പേ നീയും നിന്റെ പിന്നിൽ സീതയും നടക്കണം. അതിനു പിന്നാലെ ഞാനും നടക്കാം. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മധ്യത്തിൽ മഹാമായാശക്തി എന്ന പോലെ നമ്മുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ സീതാദേവി നടന്നാൽ ഒന്നും ഭയപ്പെടേണ്ട. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് അവർ ഏതാണ്ട് ഒരു യോജന സഞ്ചരിച്ചപ്പോൾ ഒരു തടാകം കണ്ടു. കൽഹാരം, കരിങ്കൂവളം, ആമ്പൽ, ചെന്താമര മുതലായവ മനോഹരമായി വിടർന്ന് പ്രശോഭിക്കുന്ന ആ തടാകത്തിലെ ശുദ്ധജലം കുടിച്ച് ദാഹം തീർത്തിട്ട് ഒരു മരത്തണലിൽ ഇരുന്ന് അവർ വിശ്രമിച്ചു. വിരാതവധം. അപ്പോൾ വളരെയധികം പൊക്കമുള്ള ഒരു ഭീകര സത്വം ഒരു മരവും പിഴുതെടുത്ത് അലറിക്കൊണ്ട് വരുന്നത് കണ്ടു. ഗുഹ പോലുള്ള വായ, തിളങ്ങുന്ന ഘോരദ്രംഷ്ടകൾ, ചെമന്ന കണ്ണുകൾ, കടുവ, സിംഹം, കാട്ടുപോത്ത്, പന്നി, ആന, മാൻ തുടങ്ങിയ വന്യമൃഗങ്ങളെയും പിടഞ്ഞു നിലവിളിക്കുന്ന മനുഷ്യരെയും കോർത്ത് ഇടത്തെ തോളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശൂലം എന്നിവയോടുകൂടി പച്ചമാംസവും ഭക്ഷിച്ചുകൊണ്ട് അവരുടെ നേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന അത്യുഗ്ര ജീവിയെ കണ്ട് അമ്പും വില്ലും എടുത്തുകൊണ്ട് എഴുന്നേറ്റ ശ്രീരാമൻ പറഞ്ഞു. നോക്കൂ, നമ്മുടെ നേരെ ഒരു ഭയങ്കര രാക്ഷസൻ പാഞ്ഞു വരുന്നു. അമ്പു തൊടുത്ത് മനക്കരുത്തോടെ നിന്നുകൊള്ളൂ. പ്രിയപ്പെട്ട സീതേ, നീ പേടിക്കരുത്. നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിച്ചു കൊള്ളാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ഉറച്ചു നിന്നു. രാക്ഷസന്റെ ഇടിനാദം പോലുള്ള അട്ടഹാസം 8 ദിക്കുകളിലും മുഴങ്ങി. കണ്ണിൽ നിന്ന് ഉഗ്രകോപത്തിൻ്റെ തീക്കട്ടകൾ ചൊരിഞ്ഞുകൊണ്ട്
രാക്ഷസൻ ലോകം ഞെട്ടുമാറ് പറഞ്ഞു. കഷ്ടം! ദുഷ്ടജന്തുക്കളുള്ള ഈ ഭയങ്കര വനത്തിൽ വില്ലും ശരങ്ങളും ആവനാഴിയും മരവുരിയും ജടയും ധരിച്ച് മുനിവേഷം പൂണ്ട് ഒരു സ്ത്രീയോടുകൂടി നിർഭയം സഞ്ചരിക്കുന്ന ബാലകന്മാരായ നിങ്ങൾ ആരാണ്? ഈ കാട്ടിൽ സഞ്ചരിക്കാൻ എന്താണ് കാരണം? പറയൂ. രാക്ഷസന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു. രാമൻ എന്നാണ് എൻ്റെ പേര്. ഇവൾ എൻ്റെ ഭാര്യ സീതാദേവി. ഇവൻ എൻ്റെ അനുജൻ, പേര് ലക്ഷ്മണൻ. അച്ഛൻ്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ വനത്തിൽ സഞ്ചരിക്കുന്നു. നിന്നെപ്പോലുള്ള രാക്ഷസരെ ശിക്ഷിച്ച് 3 ലോകങ്ങളെയും രക്ഷിക്കുകയാണ് വനയാത്രയുടെ ലക്ഷ്യം. ഇത് കേട്ട് ക്രുദ്ധനായ രാക്ഷസൻ ഒരു മരവും പിഴുതെടുത്ത് അട്ടഹസിച്ച് വായും പിളർന്നുകൊണ്ട് പറഞ്ഞു. ശക്തനായ വിരാതനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവരായി ആരുണ്ട്? ഇപ്പോൾ നീ ഒരു മൂഢനാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പേടിച്ച് മുനിമാരെല്ലാം ഈ പ്രദേശം ഉപേക്ഷിച്ച് ദൂരെ പോയി. നിങ്ങൾക്ക് ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ ഈ സുന്ദരിയെയും ആയുധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുവിൻ. ഇല്ലെങ്കിൽ നിങ്ങളെയെല്ലാം തിന്ന് ഞാൻ വിശപ്പടക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് വിരാതൻ വേഗം സീതയുടെ നേർക്കെടുത്തു. പെട്ടെന്ന് അമ്പുകൾ കൊണ്ട് ശ്രീരാമൻ അവൻ്റെ കൈകളർത്തു. അപ്പോൾ അവൻ കോപത്തോടെ രാമൻ്റെ നേർക്കു പാഞ്ഞു. രാമൻ ശരം പ്രയോഗിച്ച് അവൻ്റെ കാലുകളും മുറിച്ചു. വീണ്ടും കോപത്തോടെ അടുക്കുന്ന അവൻ്റെ ശിരസ്സും എയ്തു വീഴ്ത്തി. അവൻ്റെ ചോര അവിടെ പരന്നൊഴുകി. സീതാദേവി സസന്തോഷം രാമനെ ആലിംഗനം ചെയ്തു. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ദേവദുന്ദുഭികൾ വാനിൽ മുഴങ്ങി. അപ്പോൾ വിരാതനിൽ നിന്നുയർന്ന മനോഹര രൂപം ആകാശത്ത് പ്രത്യക്ഷമായി. സ്വർണഭൂഷണങ്ങളും പരിശുദ്ധമായ വസ്ത്രവും ധരിച്ച് സൂര്യകാന്തിയോടെ പ്രത്യക്ഷപ്പെട്ട ആ സുന്ദര രൂപൻ രഘുവംശത്തിൽ ജനിച്ചവനും ഭക്തരുടെ ദുഃഖം ശമിപ്പിക്കുന്നവനും ദയാനിധിയും ചന്ദ്രതുല്യമായ മുഖമുള്ളവനും സംസാര ദുഃഖം നശിപ്പിക്കുന്നവനും ഭയം ഇല്ലാതാക്കുന്നവനും ലക്ഷ്മീകാന്തനും കരിങ്കൂവളപ്പൂ പോലെ കറുത്തവനും ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കുന്ന പാദമുള്ളവനും സുന്ദരനും സുകുമാരനും സജ്ജനങ്ങളുടെ മനസ്സാകുന്ന മന്ദിരത്തോടു കൂടിയവനും ലോകാഭിരാമനുമായ രാമചന്ദ്രനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആനന്ദത്തോടെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു. കാരുണ്യമൂർത്തിയും കമലാപതിയും ഭൂമിയുടെ നാഥനുമായ അലയോ ശ്രീരാമ, ഞാനൊരു വിദ്യാധരൻ ആയിരുന്നു. ദുർവാസവ മഹർഷിയുടെ ശാപത്താൽ ഞാൻ അഹങ്കാരിയായ ഒരു രാക്ഷസനായി തീർന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ശാപമോക്ഷവും മുക്തിയും ലഭിച്ചു. അങ്ങയുടെ പാദകമലങ്ങൾ എപ്പോഴും ഭക്തിപൂർവ്വം ചിന്തിക്കാൻ എനിക്ക് കഴിയണം. വാക്കുകൾ കൊണ്ട് രാമനാമം ജപിക്കുന്നതിനും കൈകൾ കൊണ്ട് അങ്ങയുടെ പാദപൂജ നടത്താനും അവസരമുണ്ടാകണം. കാതുകൾ കൊണ്ട് അവിടുത്തെ കഥകൾ കേൾക്കാനും കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ വിഗ്രഹങ്ങൾ കാണാനും ഇടവരണം. എൻ്റെ ശിരസ്സുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാനും അങ്ങയുടെ ഉത്തമ ഭക്തന്മാരുടെ ഭൃത്യന്മാരായി തീരാനും എന്നെ അനുഗ്രഹിക്കണം. ജ്ഞാനമൂർത്തിയായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ആത്മാരാമനും ലോകാഭിരാമനും സീതാഭിരാമനുമായ അങ്ങേക്ക് നമസ്കാരം. എന്നെ ദേവലോകത്തേക്ക് പോകാൻ അനുഗ്രഹിക്കണം. ദേവദേവ, എനിക്ക് ഒരപേക്ഷ കൂടിയുണ്ട്. അങ്ങയുടെ മഹാമായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കാൻ കാരുണ്യം കാട്ടണം. ഇങ്ങനെയുള്ള വിദ്യാധരൻ്റെ അപേക്ഷ കേട്ട് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് വരങ്ങൾ നൽകിയിട്ട് ശ്രീരാമൻ പറഞ്ഞു. സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചവന് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിക്കും. ആഗ്രഹങ്ങളെല്ലാം സാധിച്ച വിദ്യാധരൻ ശ്രീരാമനോട് യാത്രാനുമതി വാങ്ങി സ്വർഗത്തിലേക്ക് പോയി. ഈ കഥകൾ പറഞ്ഞ് ശ്രീരാമനെ സ്തുതിക്കുന്നവർക്ക് പാപമകന്ന് മോക്ഷം ലഭിക്കും. ഇനി ശരഭംഗ മന്ദിര പ്രവേശം. അനന്തരം രാമലക്ഷ്മണന്മാരും സീതയും ഐശ്വര്യപൂർണമായ ശരഭംഗാശ്രമത്തിലെത്തി. സാക്ഷാൽ ഈശ്വരനെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കണ്ട ശരഭംഗ മഹർഷി ഫലമൂലാദികൾ സമർപ്പിച്ച് അതിഥി പൂജ ചെയ്തിട്ട് ആഹ്ലാദപൂർവ്വം പറഞ്ഞു. സീതാദേവിയോടൊന്നിച്ച് അങ്ങയെ കാണണമെന്ന ആഗ്രഹത്തോടെ വളരെ നാളുകളായി ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. പരിശുദ്ധമായ മനസ്സോടെ വളരെ കാലം തപസ് ചെയ്തു നേടിയ പുണ്യം മുഴുവനും മനുഷ്യനായി അവതരിച്ച അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഇന്ന് ഭൂമിയിൽ മോക്ഷം നേടാനുള്ള പ്രയത്നം ആരംഭിക്കുന്നു. അങ്ങയെ കണ്ട് ഞാൻ നേടിയ പുണ്യമെല്ലാം അങ്ങയിൽ സമർപ്പിച്ചതിന് ശേഷമേ ദേഹത്യാഗം ചെയ്യാവൂ എന്നു കരുതി ഇവിടെ വളരെ കാലം കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് മുക്തിപദം പ്രാപിക്കുന്നു. ഇത്രയും പറഞ്ഞ് യോഗീന്ദ്രനായ ശരഭംഗ മഹർഷി യോഗേശ്വരനായ ശ്രീരാമൻ്റെ പാദങ്ങൾ വണങ്ങി. സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനും ലോകനാഥനും കറുക ഇതൾ പോലെ കറുത്തവനും താമരക്കണ്ണനും മരവുരിയും ജടാമകുടവും വില്ലും ധരിക്കുന്നവനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും സീതാസമേതനും പ്രസന്നവദനനും കരുണാകരനുമായ ശ്രീരാമനെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. സീതയോടൊന്നിച്ചിരിക്കുന്ന ശ്രീരാമനെ കണ്ടുകൊണ്ടിരിക്കെ സസന്തോഷം സ്വന്തം ശരീരം
യോഗാഗ്നിയിൽ ദയിപ്പിച്ചിട്ട് ആ മുനീന്ദ്രൻ ബ്രഹ്മപദം പ്രാപിച്ചു. ആകാശത്തിൽ വിമാനങ്ങൾ നിറഞ്ഞു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇന്ദ്രൻ മഹർഷിയുടെ പാദങ്ങൾ വണങ്ങി. സീത, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം ശ്രീരാമനും ശരഭംഗൻ്റെ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ കണ്ടു. അവിടെ തന്നെ കുറച്ചു സമയം കഴിച്ചുകൂട്ടിയിട്ട് ഇന്ദ്രാദി ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി. ഇനി മുനിമണ്ഡല സമാഗമം. ദശരഥപുത്രനായ ശ്രീരാമൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ദണ്ഡകാരണ്യ നിവാസികളായ മഹർഷിമാർ സൂര്യവംശജാതനും ലോകനാഥനും പങ്കജാക്ഷനുമായ ശ്രീരാമനെ കണ്ടു വന്ദിക്കാനെത്തി. രാമലക്ഷ്മണന്മാരും സീതയും മുനിമാരെ വീണു വണങ്ങി. മഹർഷിമാർ അവരെ ആശീർവദിച്ച ശേഷം പൂർണ്ണ സന്തോഷത്താൽ പരവശരായി ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ തത്വം മുമ്പേ തന്നെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. സർപ്പനാഥനായ അനന്തനിൽ പള്ളി കൊള്ളുന്ന അങ്ങ് ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് ഭൂമിയുടെ ഭാരം കളയുന്നതിനായി സൂര്യവംശത്തിൽ ജനിച്ചിരിക്കുകയാണ്. ലക്ഷ്മണൻ അനന്തനും സീതാദേവി മഹാലക്ഷ്മിയും ഭരതനും ശത്രുഘ്നനും വിഷ്ണുവിൻ്റെ ശംഖും ചക്രവുമാണ്. അങ്ങയുടെ അഭിഷേക വിഘ്നം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളുടെ ദുഃഖം തീർക്കുന്നതിന് വേണ്ടിയാണ്. പല മഹർഷിമാരും കൂട്ടമായി താമസിക്കുന്ന കാട്ടിലെ ആശ്രമസ്ഥലങ്ങൾ കാണുന്നതിന് അങ്ങ് ലക്ഷ്മണൻ, സീത എന്നിവരോടുകൂടി ഞങ്ങളുടെ കൂടെ വരണം. ആ സ്ഥലം കണ്ടാൽ ഞങ്ങളോട് അങ്ങയ്ക്ക് കാരുണ്യം തോന്നാതിരിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ മഹർഷിമാരോടൊപ്പം ശ്രീരാമൻ പോയി പല ആശ്രമങ്ങളും കണ്ടു. അവയ്ക്ക് സമീപം മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും കുന്നുപോലെ കൂടിക്കിടക്കുന്നതിന് കാരണം എന്താണ് എന്ന് ശ്രീരാമൻ ചോദിച്ചു. മുനിമാർ പറഞ്ഞു: രാമചന്ദ്ര, കേട്ടാലും. രാക്ഷസന്മാർ മുനിമാരെ പിടികൂടി നിർദ്ദയം കൊന്നു തിന്നതുകൊണ്ടാണ് ഈ പ്രദേശം അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഈ വൃത്താന്തം കേട്ട് കാരുണ്യപരവശനായ ശ്രീരാമൻ പറഞ്ഞു: നിഷ്ഠുരന്മാരായ ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ ഞാൻ കൊല്ലുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടം പോലെ യാഗാദികൾ അനുഷ്ഠിച്ച് സസന്തോഷം ഇവിടെ വസിക്കുക. സത്യപരാക്രമനായ ശ്രീരാമൻ ഇങ്ങനെ സത്യം ചെയ്തിട്ട് വനവാസികളായ മഹർഷിമാരാൽ സംപൂജ്യനായി അവിടെവിടെയുള്ള മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ സത്സംഗം അനുഭവിച്ച് ആനന്ദിച്ചുകൊണ്ട് 13 വർഷം കഴിഞ്ഞു. ഇനി സുതീഷ്ണാശ്രമ പ്രവേശം. അക്കാലത്ത് ശ്രീരാമൻ പ്രസിദ്ധവും മനോഹരവുമായ സുതീഷ്ണാശ്രമം കണ്ട് ശ്രേഷ്ഠരായ മഹർഷിമാരും അവരുടെ ശിഷ്യന്മാരും അധിവസിക്കുന്നതും എല്ലാ ഋതുക്കളുടെയും ഗുണഗണങ്ങൾ ഒന്നിച്ചു ചേർന്നതിനാൽ എല്ലാ കാലത്തും ആനന്ദം നൽകുന്നതും ആയിരുന്നു ആ ആശ്രമം. അവിടം പലതരം വൃക്ഷങ്ങൾ, വള്ളികൾ, ചെടികൾ, നാനാതരം പക്ഷികൾ, മൃഗങ്ങൾ, സർപ്പങ്ങൾ എന്നിവ നിറഞ്ഞതായിരുന്നു. ശ്രീരാമൻ അനുജനോടും സീതയോടും ഒന്നിച്ച് വന്നു ചേർന്നിട്ടുണ്ട് എന്നറിഞ്ഞ രാമമന്ത്രോപാസകനും അഗസ്ത്യ ശിഷ്യനുമായ സുതീഷ്ണ മഹർഷി സംഭ്രമത്തോടും സന്തോഷത്തോടും ചെന്ന് എതിരേറ്റ് സ്വീകരിച്ച് ആശ്രമത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അർഘ്യപാദാദികളാൽ പൂജിച്ചു. അനന്തരം ഭക്തിപാരവശ്യത്താൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഗൽഗതത്തോടുകൂടി ഭക്തവത്സരനായ ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് അങ്ങയുടെ നാമമന്ത്രം ഞാൻ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്ന അങ്ങയുടെ തൃപ്പാദം ഭഗവാന്റെ മായാസമുദ്രം കടക്കാനുള്ള നൗകയത്രേ. അങ്ങ് ആദിയും അന്തവുമില്ലാത്ത പരമാത്മാവാണ്. അങ്ങയുടെ തത്വം ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യഭൃത്യരുടെ ദാസനായി അവരുടെ പാദാംബുജം നിത്യവും സ്മരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. പുത്രൻ, ഭാര്യ, ധനം, ഗ്രഹം എന്നിവയാകുന്ന പൊട്ടക്കിണറ്റിൽ ബന്ധസ്ഥനായി വീണ് മുങ്ങുന്ന എന്നെ ദയാനിധിയായ ഭഗവാനെ ഭക്തവാത്സല്യത്തോടുകൂടിയ കൃപാകടാക്ഷത്താൽ എന്നെ വേഗം കരകയറ്റണേ. മൂത്രം, മാംസം, അമേദ്യം, കുടൽമാല, അണുപിണ്ഡം എന്നിവയടങ്ങുന്ന ശരീരം വളരെയധികം നിന്ദ്യമാണ്. ആ ശരീരത്തോട് തോന്നുന്ന താല്പര്യപൂർവ്വമുള്ള മോഹത്തെ അറുത്തുകളഞ്ഞ് എൻ്റെ ഉള്ളിൽ നിത്യവും അലയോ ദുഃഖനാശന അങ്ങ് വസിച്ചാലും സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വാഴുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ തിരുനാമ ജപ തൽപരരായ ജനങ്ങളെ ഒരിക്കലും അവിടുത്തെ മഹാമായാദേവി ബന്ധിക്കുകയില്ല. അങ്ങയുടെ നാമജപത്തിൽ വിമുഖരെയാണ് ബന്ധിക്കുന്നത്. ലോകനാഥനായ ഭഗവാനെ, അങ്ങ് കൽപ്പകവൃക്ഷത്തെപ്പോലെ സേവാനുരൂപമായ ഫലം നൽകുന്നവനാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കായി വിശ്വമോഹിനിയായ മായയുടെ ഗുണങ്ങളെ ആശ്രയിച്ച് ജ്ഞാനസ്വരൂപിയായ ഭഗവാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. സൂര്യൻ ജലാശയങ്ങളെ പ്രതിഫലിച്ച് വെവ്വേറെ കാണുന്നത് പോലെയാണ് അങ്ങ് ലോകത്തിൽ നാനാരൂപങ്ങളായി കാണപ്പെടുന്നുവെന്ന് അജ്ഞന്മാർക്ക് തോന്നുന്നത്. ദയാനിധേ, ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞ് നിത്യവും എങ്ങനെയാണ് ഉപാസിക്കുന്നത്? എൻ്റെ തപോബലത്താൽ ഇന്ന് അങ്ങയുടെ പാദാംബുജം എനിക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞു. അങ്ങയുടെ നാമജപം കൊണ്ട് ശുദ്ധമാനസരായവർക്ക് ജ്ഞാനസ്വരൂപനായ അങ്ങയുടെ പ്രസാദം ലഭിക്കും.
സന്മയവും കർമ്മങ്ങൾക്ക് അഗോചരവുമായ അങ്ങയുടെ പരബ്രഹ്മ സ്വരൂപം അങ്ങയുടെ മായയാൽ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നു. അനേക കോടി കാമദേവന്മാരെ പോലെ സുന്ദരനും മനോഹരനും കാരുണ്യപൂർണമായ നേത്രമുള്ളവനും പുഞ്ചിരി പൊഴിക്കുന്ന മനോഹരമായ രൂപമുള്ളവനും മാൻതോൾ ധരിച്ചിരിക്കുന്നവനും നീലമേഘത്തിൻ്റെ നിറമുള്ളവനും അതിശാന്തനും അനന്തഗുണവാനും ആത്മാരാമനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന പാദപങ്കജത്തോടു കൂടിയവനും സീതാസമേതനും അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവനുമായ ശ്രീരാമനെ ഞാൻ ഇന്ന് കണ്ട ആനന്ദാമൃതം വഴിയുന്ന മനോഹര രൂപം. അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവനുമായ ശ്രീരാമൻ്റെ ഞാൻ ഇന്ന് കണ്ട ആനന്ദാമൃതം വഴിയുന്ന മനോഹര രൂപം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകണം. തികഞ്ഞ ഭക്തിയോടുകൂടി സദാ അങ്ങയുടെ നാമം ജപിക്കാൻ എനിക്ക് കഴിയണം. ഭഗവാനെ, മറ്റൊരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കൂപ്പിസ്തുതിക്കുന്ന മഹർഷിയോട് മന്ദഹസിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു. നിത്യോപാസന കൊണ്ട് അങ്ങയുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാൻ എത്തിയത്. എന്നെ തന്നെ അഭയം പ്രാപിച്ച് എൻ്റെ നാമം നിരന്തരം ജപിച്ച് നിരപേക്ഷരായി സന്തുഷ്ടിയോടുകൂടി കഴിയുന്ന ഭക്തന്മാർക്ക് അവരാഗ്രഹിക്കും പോലെ എന്നെ കാണാൻ കഴിയും. വിശേഷിച്ചും അങ്ങ് ഇപ്പോൾ ഉച്ചരിച്ച എനിക്ക് പ്രിയങ്കരമായ സ്തോത്രം സജ്ജനശ്രേഷ്ഠർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. താപസശ്രേഷ്ഠ, അങ്ങ് എന്നെ ഭജിച്ചതിനാൽ അങ്ങയുടെ ദേഹനാശം സംഭവിക്കുമ്പോൾ എന്നെ പ്രാപിക്കും. അങ്ങയുടെ ആചാര്യനായ അഗസ്ത്യമഹർഷിയെ കണ്ട് വന്ദിക്കുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് എന്തു ചെയ്യണം? എവിടെ കുറച്ചുനാൾ താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അഗസ്ത്യാശ്രമം വളരെ അടുത്താണല്ലോ. ഇപ്രകാരമുള്ള ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് സുധീഷ്ണൻ പറഞ്ഞു. ഇങ്ങനെ തോന്നിയതിന് അങ്ങേക്ക് മംഗളമുണ്ടാകട്ടെ. അഗസ്ത്യാശ്രമത്തിലേക്ക് ഞാൻ വഴി കാണിച്ചു തരാം. നാളെയാകട്ടെ. ഇന്ന് സുഖമായി ഇവിടെ താമസിക്കാം. ഞാനും എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് വളരെ നാളായി. ഇനി സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കാണാമല്ലോ. അവർ ആനന്ദത്തോടെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനം നടത്തിയിട്ട് സന്തുഷ്ടനായ മുനിയോടും സീതയോടും ലക്ഷ്മണനോടും കൂടി മെല്ലെ നടന്ന് ഉച്ചയോടെ അഗസ്ത്യമുനിയുടെ അനുജൻ്റെ ആശ്രമത്തിലെത്തി. അഗസ്ത്യൻ്റെ അനുജൻ യഥായോഗ്യം അതിഥികളെ സ്വീകരിച്ചു. വന്യഭോജനം കഴിച്ച് പലതും സംസാരിച്ചുകൊണ്ട് അന്ന് രാത്രി അവിടെ താമസിച്ചു. ഇനി അഗസ്ത്യ സന്ദർശനം. സൂര്യൻ ഉദിച്ചപ്പോൾ എഴുന്നേറ്റ് സൂര്യാഞ്ജലി സമർപ്പിച്ചതിന് ശേഷം കാട്ടുപാതയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. സകല ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കൾ, ഫലങ്ങൾ എന്നിവ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളാൽ ചുറ്റപ്പെട്ടതും നാനാതരം മൃഗങ്ങളുള്ളതും പലതരം പക്ഷികളുടെ ശബ്ദം കൊണ്ട് മനോഹരവും ജന്മവൈരങ്ങൾ ഉപേക്ഷിച്ച് കഴിയുന്ന ജന്തുക്കളുള്ളതും നന്ദനവനത്തിന് തുല്യമായ ആനന്ദം നൽകുന്നതുമായ വനപ്രദേശത്ത് മുനികുമാരന്മാരുടെ വേദോച്ചാരണം മുഴങ്ങിക്കേൾക്കുന്നതും ബ്രഹ്മർഷിമാരും ദേവർഷിമാരും സന്തോഷപൂർവ്വം വസിക്കുന്നതുമായ അസംഖ്യം ആശ്രമങ്ങൾ കാണാൻ കഴിഞ്ഞു. നിരവധി പണ്ഡിതന്മാരും അവിടെ പാർത്തിരുന്നു. ബ്രഹ്മലോകം പോലും ഈ ആശ്രമപ്രാന്തത്തിന് തുല്യമല്ല എന്ന് ബ്രഹ്മജ്ഞന്മാർ പറയുന്നു. ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആശ്രമത്തിനടുത്തുള്ള ഒരു നല്ല സ്ഥലത്ത് അവർ വിശ്രമിച്ചു. അപ്പോൾ ശ്രീരാമൻ സുധീഷ്ണനോട് പറഞ്ഞു, അങ്ങ് വേഗം പോയി ജാനകി, അനുജനായ ലക്ഷ്മണൻ എന്നിവരോടൊപ്പം അഗസ്ത്യ മഹർഷിയുടെ ദർശനത്തിന് വേണ്ടി ഞാൻ ആശ്രമത്തിനടുത്തുള്ള വനപ്രദേശത്ത് കാത്തിരിക്കുന്ന വിവരം അറിയിക്കൂ. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് സുധീഷ്ണൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് വേഗം അഗസ്ത്യാശ്രമത്തിലേക്ക് ചെന്ന് സന്തോഷത്തോടെ അഗസ്ത്യനെ നമസ്കരിച്ചു. ശ്രീരാമഭക്തന്മാരുടെ മധ്യത്തിൽ രാമമന്ത്രം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആത്മാരാമനായ അഗസ്ത്യ മഹർഷി. വലിയ വിനയത്തോടെ സുധീഷ്ണൻ മഹർഷിയെ സാഷ്ടാംഗം വണങ്ങിയിട്ട് പറഞ്ഞു, ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ സഹോദരനോടും ഭാര്യയോടും കൂടി കരുണാനിധിയായ അങ്ങയെ കണ്ട് വന്ദിക്കുന്നതിനായി വെളിയിൽ കാത്തു നിൽക്കുന്നു. ശ്രീരാമൻ്റെ വരവ് അഗസ്ത്യ മഹർഷി നേരത്തെ തന്നെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ഇങ്ങനെ പറഞ്ഞു, നിനക്ക് മംഗളമുണ്ടാകട്ടെ. വേഗം ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരൂ. എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തവത്സലനായ ശ്രീരാമനെ കാണാൻ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. ശ്രീരാമൻ്റെ രൂപം ധ്യാനിച്ച് രാമ രാമ എന്ന രാമമന്ത്രവും ജപിച്ച് കോമളനും കാർമുകിൽ വർണ്ണനും പങ്കജാക്ഷനുമായ രാമൻ്റെ ദർശനം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് മുനിശ്രേഷ്ഠൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുനിമാരോടും ശിഷ്യന്മാരോടും കൂടി ഭക്തിപൂർവ്വം ചെന്ന് ശ്രീരാമൻ്റെ മുഖകമലം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാമഭദ്ര, അങ്ങേക്ക് നിരന്തരം മംഗളമുണ്ടാകട്ടെ. വളരെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും കാണാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യനിമിത്തമാണ്. സൽക്കാരയോഗ്യനും പ്രിയങ്കരനുമായ അതിഥിയായി അങ്ങയെ സ്വീകരിക്കാൻ ഭാഗ്യവശാൽ ഇന്ന് എനിക്ക് അവസരമുണ്ടായി. ഈ ദിവസം മാത്രമല്ല, എൻ്റെ തപസ്സും സഫലമായി. അഗസ്ത്യ മഹർഷിയെ കണ്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും സംഭ്രമത്തോടെ കുമ്പിട്ട് ഭക്തിപൂർവ്വം ദണ്ഡനമസ്കാരം ചെയ്തു.
അഗസ്ത്യൻ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പരമാനന്ദത്തോടെ ഗാഠാശേഷം ചെയ്തു. ശ്രീരാമൻ്റെ ശരീരസ്പർശം കൊണ്ടുണ്ടായ സന്തോഷത്താൽ ഒഴുകിയ കണ്ണീരോടെ അഗസ്ത്യൻ ഒരു കൈകൊണ്ട് ശ്രീരാമൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. സന്തുഷ്ടനായ മുനി ആശ്രിതവത്സലനും വിശ്വനാഥനുമായ ശ്രീരാമനെ അർഘ്യവാദ്യങ്ങൾ ആസനം എന്നിവ സമർപ്പിച്ച് പൂജിച്ച് സുഖാസനത്തിൽ ഇരുത്തി ഫലമൂലാദികൾ ഭുജിപ്പിച്ച ശേഷം ധന്യനായ മഹർഷി മറ്റാരും കേൾക്കാതെ ഇങ്ങനെ പറഞ്ഞു. ഇനി അഗസ്ത്യസ്തുതി. ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും മുമ്പ് പാൽക്കടൽ തീരത്ത് വെച്ച് അങ്ങ് പറഞ്ഞു, ഞാൻ ദുഷ്ടനായ രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്നുണ്ട്. അന്നു മുതൽ ആനന്ദസ്വരൂപനായ അങ്ങയുടെ തിരുശരീരം കാണുന്നതിനായി ഇവിടെ കാത്തിരിക്കുകയാണ്. താപസന്മാരോടും ശിഷ്യ സമൂഹത്തോടും കൂടി അങ്ങയുടെ ശ്രീപാദവും ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു വരുന്നു. ലോകസൃഷ്ടിക്ക് മുമ്പ് ആനന്ദമയനും ലോകകാരണനും വികൽപ്പരഹിതനും ഉപാധിരഹിതനുമായിരുന്നു അങ്ങ്. സൃഷ്ടിക്ക് ആശയഭൂതയായ മായ അഥവാ പ്രകൃതി അങ്ങയുടെ ശക്തിയാകുന്നു. നിർഗുണനായ അങ്ങയെ മായ ആവരണം ചെയ്തിട്ട് അവയുടെ ഗുണങ്ങൾ അങ്ങയെക്കൊണ്ട് അനുസരിപ്പിക്കുന്നു. അങ്ങ് ആ ഗുണങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് ഭാവിക്കുന്നു എന്ന് സാരം. ഉപനിഷൽ പണ്ഡിതരായ വേദാന്തികൾ നിന്നെ അവ്യാകൃതമെന്നും മായയെ മൂലപ്രകൃതി എന്നും പറയുന്നു. മായാതീതന്മാർ അതിനെ സംസാരമെന്നും വിദ്വാൻമാർ അവിദ്യ എന്നുമാണ് പറയുന്നത്. ഇങ്ങനെ ശക്തിയെ, അതായത് മായയെ അല്ലെങ്കിൽ പ്രകൃതിയെ പലരും പല പേരിൽ വിളിക്കുന്നു. നിന്നാൽ ക്ഷോഭിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യാപാര ശക്തിയാക്കപ്പെട്ട മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. ആ മഹത്വത്തിൽ നിന്ന് അങ്ങയുടെ നിയോഗത്താൽ അഹങ്കാരമുണ്ടായി. മഹാപണ്ഡിതന്മാർ മായാകാര്യങ്ങളെ മഹത്വം, അഹങ്കാരം, സംസാരം എന്ന് മൂന്നായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവ യഥാക്രമം സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ അറിയപ്പെടുന്നു. താമസത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും ഭൂമി, വായു, വെള്ളം, അഗ്നി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ഉണ്ടായി. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അവയുടെ തേജോരൂപികളായ അധിഷ്ഠാന ദേവതകളും ഉണ്ടായി. സാത്വികത്തിൽ നിന്ന് മനസ്സുണ്ടായി. ഇവയിൽ നിന്ന് സൂത്രരൂപമായ ലിംഗം ഉണ്ടായി. എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന സ്ഥൂല വസ്തുക്കളുടെ സമൂഹത്തിൽ നിന്ന് ദിവ്യനായ വിരാട് പുരുഷൻ ഉണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിരാട് പുരുഷൻ തന്നെയാണ് ചരാചര ലോകങ്ങൾ, ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ, സ്ഥാവരങ്ങൾ, ജംഗമങ്ങൾ എന്നിവ ഉൾപ്പെട്ട പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നത്. അങ്ങയുടെ മായാഗുണങ്ങളെ, അതായത് സാത്വികം, രാജസം, താമസം എന്നിവയെ ആശ്രയിച്ച് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുണ്ടായി. സത്വഗുണത്തെ ആശ്രയിച്ച് ലോകരക്ഷകനായ വിഷ്ണുവും രജോ ഗുണത്തെ ആശ്രയിച്ച് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മാവും തമോ ഗുണത്തെ ആശ്രയിച്ച് സംഹാരത്തിനു വേണ്ടി രുദ്രനും ഉണ്ടായി. ബുദ്ധി വ്യാപാരങ്ങൾ ഗുണത്രയത്തെ വിഭജിച്ച് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നു. ഇവയ്ക്കെല്ലാം സാക്ഷിയായ അങ്ങ് നിത്യനും ഒന്നിനോടും ബന്ധപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നവനും നാശമില്ലാത്തവനും ഏകനുമായ ജ്ഞാനസ്വരൂപനാണ്. പ്രപഞ്ച സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അങ്ങ് സന്തോഷത്തോടെ മായയെ അംഗീകരിച്ചു. അതിനാൽ ഗുണബന്ധങ്ങളുള്ളവനെ പോലെയായി. വിദ്യ, അവിദ്യ എന്നീ രണ്ട് രൂപങ്ങൾ അങ്ങയുടെ മഹാമായയ്ക്കുണ്ട്. നിവൃത്തിനിരതന്മാർ, അതായത് ലൗകിക ബന്ധവിമുക്തർ വിദ്യയെയും, പ്രവൃത്തിനിരതന്മാർ എന്ന് പറയുമ്പോൾ ലൗകിക വിഷയങ്ങളിൽ മുഴുകിയവർ അവിദ്യയെയും ആശ്രയിക്കുന്നു. വേദാന്ത വാക്യാർത്ഥങ്ങൾ മനസ്സിലാക്കിയ സമദർശികളായ അങ്ങയുടെ ഭക്തന്മാർ വിദ്യാരൂപന്മാരാണ്. അവിദ്യയ്ക്ക് അധീനരായവർ ലൗകിക വിഷയാസക്തരാണ് എന്നത്രേ തത്വജ്ഞാനികളുടെ അഭിപ്രായം. വിദ്യയെ അനുശീലിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരെ നിത്യമുക്തന്മാരെന്നാണ് തത്വജ്ഞാനികൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങയുടെ നാമമന്ത്രം ജപിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ സ്വയം സിദ്ധിക്കും. മറ്റുള്ള മൂഢന്മാർക്ക് 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആത്മവിദ്യ കൈവരില്ല. അതിനാൽ അങ്ങയുടെ ഭക്തന്മാർ നിത്യമുക്തന്മാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങയോടുള്ള ഭക്തിയാകുന്ന അമൃതം ലഭിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടുകയില്ല. രഘുപതിയും സമ്പൂർണ്ണ ജ്ഞാനമൂർത്തിയും ശ്രീപതിയും ആത്മാരാമനും കാരുണ്യാമൃതക്കടലും ധരാപതിയുമായ അല്ലയോ ശ്രീരാമ, ഞാൻ എന്തിനു വളരെ പറയുന്നു? സാരമായ കാര്യം ഞാൻ അല്പം പറയാം. സജ്ജനസംഘം മോക്ഷകാരണമാണെന്ന് വേദാന്തജ്ഞാനികളായ വിദ്വാൻമാർ പറയുന്നു. സമചിത്തരായ സജ്ജനങ്ങൾ ഭക്തർക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കും. ആഗ്രഹങ്ങൾ ഇല്ലാത്തവരും പുത്രധാരധനാദികളിൽ ആസക്തിയില്ലാത്തവരും സദാ അങ്ങയുടെ ഭക്തന്മാരും സകല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചവരും ഇഷ്ടാനിഷ്ടപ്രാപ്തികളിൽ സമചിത്തന്മാരും ഒന്നിനോടും ബന്ധമില്ലാതെ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ഉപേക്ഷിച്ചവരും സന്തുഷ്ടമാനസന്മാരും ബ്രഹ്മതൽപരന്മാരും ശിഷ്ടാചാരങ്ങളിൽ മാത്രം തൽപരരും യോഗത്തിനു വേണ്ടി യമനിയമാദികൾ അനുഷ്ഠിക്കുന്നവരും ശമതമാദി സാധനകൾ ഏകാന്തത്തിൽ പരിശീലിക്കുന്നവരുമായ സജ്ജനങ്ങളോട്
സംഘമുണ്ടാകുമ്പോൾ ഭഗവത് കഥകൾ കേൾക്കുന്നതിന് താല്പര്യമുണ്ടാകും. അങ്ങയുടെ കഥ കേൾക്കുമ്പോൾ ഭക്തി ഉണ്ടാവും. ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനം ഉണ്ടാകും. വിജ്ഞാനം, ജ്ഞാനം മുതലായവയാൽ മോക്ഷവും ലഭിക്കും. ഇതെല്ലാം ഗുരുമുഖത്തു നിന്ന് ഞാൻ അറിഞ്ഞതാണ്. അതിനാൽ ദയാനിധിയായ രാഘവ, അങ്ങയോട് ഭക്തിയും പ്രേമവായ്പും എപ്പോഴും ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങയുടെ പാദപങ്കജങ്ങളിലും അങ്ങയുടെ ഭക്തന്മാരിലും എനിക്ക് ഭക്തി ഉണ്ടാകണം. ഇന്ന് എൻ്റെ ജന്മവും ഞാൻ അനുഷ്ഠിച്ച തപസ്സും എൻ്റെ കണ്ണുകളും സഫലമായി. ദാശരഥേ, സീതാപതേ, ലോകനാഥ, അങ്ങ് സീതാദേവിയോടൊത്ത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും പലതരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സദാസമയവും ദയാനിധിയായ ഭഗവാനെ, അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ തോന്നണം. അഗസ്ത്യൻ ഇപ്രകാരം സ്തുതിച്ചിട്ട് പണ്ട് ദേവേന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വില്ലും അമ്പും ആവനാഴിയും വാളും ശ്രീരാമന് സമർപ്പിച്ചു. അനന്തരം അനന്തപരവശനായി ഇങ്ങനെ പറഞ്ഞു: ഭൂമിക്ക് ഭാരമായ രാക്ഷസവംശത്തെ അങ്ങ് വളരെ വേഗം നശിപ്പിക്കണം. സാക്ഷാൽ മഹാവിഷ്ണുവായ നീ മായയോടൊത്ത് മനുഷ്യനായി ജനിച്ചത് രാക്ഷസവധത്തിന് വേണ്ടിയാണ്. ഇവിടെ നിന്ന് 2 യോജന പോയാൽ പഞ്ചവടിയിലെത്തും. അവിടെ ഗൗതമി നദീ തീരത്ത് ഒരു പർണശാലയുണ്ടാക്കി ശേഷിച്ച കാലം താമസിക്കുക. അവിടെ താമസിച്ചുകൊണ്ട് വേഗത്തിൽ ദേവകാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് അനുവാദം നൽകി അനുഗ്രഹിച്ചു. അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയും തത്വാർത്ഥപൂർണമായ സുഭാഷിതവും കേട്ടിട്ട് ശ്രീരാമൻ ബാണചാപാദികൾ നിലത്തുവെച്ചിട്ട് അഗസ്ത്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.